വെൽക്കം ബാക്ക് ടു ക്രേസി വേൾഡ്. എൻ്റെ സമ്മർ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ സമ്മർ വെക്കേഷനും ടൂർ പോകാറുണ്ട്. അപ്പോൾ ഈ സമ്മർ വെക്കേഷൻ ആദ്യത്തെ ട്രിപ്പാണ് കുമളിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുമളിയിൽ ഞങ്ങൾ പോയ ചില സ്ഥലങ്ങളുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും ചിലതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അനിയനുമായിട്ട് പോകുന്ന ആദ്യത്തെ ലോങ് ട്രിപ്പാണിത്. ചെറിയ ദൂരങ്ങളിലൊക്കെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. ഇവിടെ ലോങ് ട്രിപ്പായിട്ട് അനിയനുമായിട്ട് പോകുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങൾ കുറേ ലഗേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ലഗേജിൻ്റെ ഒക്കെ വെയിറ്റ് ആയപ്പോൾ ബാക്ക് ടയർ ഇത്തിരി താഴ്ന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അപ്പം ഇപ്പം നോക്കിയത്. എന്നാലും വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് അപ്പം ഇപ്പോൾ വണ്ടിയിലോട്ട് അപ്പം കയറുവാണ്. ഞങ്ങളിപ്പോൾ വണ്ടിയിലോട്ട് കയറി പോകുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 8:30 ആയി. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ പോകുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, എവിടെയെങ്കിലും പോണ വഴിക്ക് കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അരച്ചും മലങ്ങളായതുകൊണ്ട് അധികം ചൂട് ഞങ്ങൾക്ക് അവിടെ ഇല്ല. ഇത് തണ്ണീർമുക്കം ബണ്ട് കയറുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഞങ്ങൾ തണ്ണീർമുക്കം വഴി പോകാറുണ്ടായിരുന്നു. എപ്പോഴും ചില സമയത്ത് ബോറടിക്കാൻ തണ്ണീർമുക്കം അവിടുത്തെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളില്ലേ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ റോഡിലൂടെ ഞങ്ങൾ എപ്പോഴും പോകാറുള്ളതാണ്. ഞാൻ പറയുന്നതിന് ചെറുതായിട്ടൊക്കെ തെറ്റുണ്ടെന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീനറിയൊക്കെ പിടിക്കാൻ, മരങ്ങളൊക്കെ കൂടി നിൽക്കണമൊക്കെ പിടിക്കാനൊക്കെ നല്ലോണം ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അനിയന് സിർലാക്ക് കുടിക്കാൻ വേണ്ടി കെറ്റിലിൻ്റെ ചൂടുവെള്ളം വേണമായിരുന്നു. അപ്പോൾ കെറ്റിൽ മിക്ക സ്ഥലത്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ഒരു കടയിൽ കയറി വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞ കെറ്റിലുണ്ട്, പോലെ ഫ്ലാസ്ക് ഇല്ല. ഫ്ലാസ്ക് തൊട്ടപ്പുറത്ത് കടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകുവാണ്. അവർ പറഞ്ഞ നോവോ മാർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ തൊട്ടപ്പുറത്തെ കടയായതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകുവാണ്. അപ്പം ഞങ്ങൾ എന്തായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി സാധനം പോയി വാങ്ങിച്ചാൽ മതി. അത്ര നേരത്തേക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അപ്പം അവർ 2 എണ്ണം തന്നു വിട്ടാണ്. ഇതിന് ഏത് വേണമെന്ന് ചോദിക്കാനാണ്. അതിൽ ഒരെണ്ണം ഞങ്ങളുടെ അവിടെ ഉള്ളതാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കാൻ വേണ്ടി വന്ന് വേറൊരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് മറ്റേതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോഴാണ് ഞങ്ങൾക്കൊരു ആശ്വാസം. അല്ലെങ്കിൽ പണം ഫുള്ളും പാളിയാന്. അപ്പോൾ ഫ്ലാസ്ക് കിട്ടിയപ്പോൾ ചൂടുവെള്ളം ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവന് കുറുക്ക് കുടിക്കണമെങ്കിൽ അവന് ഇഷ്ടമില്ല. എന്നാലും വിശക്കുവാണെങ്കിൽ അവൻ കിടന്ന് കാറി പോവും. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കുറുക്ക് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാം. അപ്പം ഞാൻ വീഡിയോ പിടിക്കണ കണ്ടിട്ട് ഓരോ കോമിക്കൊക്കെ കാണിക്കുന്നുണ്ട്. മലച്ചെണ്ടിനോരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹമോരോ വർണ്ണം ആരാരോ പാടുവരാതെ നീഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ ഇത് ഞങ്ങൾ പോയ വഴിയിൽ കണ്ട മരങ്ങളൊക്കെ കൂടി നിൽക്കണം കണ്ടുകൊണ്ട് ഞാൻ എടുത്തത്. എനിക്കിതൊക്കെ എടുക്കാൻ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇതിൽ ചെറുതായിട്ട് കോഡ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത്. നല്ല രസമുള്ള റോഡാണ്, ഒരു കുലുക്കം ഇല്ലാത്ത റോഡ്. നല്ലോണം അവർ ടാർ ചെയ്തൊക്കെ ഇട്ടേക്കണത്. നല്ല സ്മൂത്തായിട്ട് ഈ വണ്ടിയൊക്കെ ഓടും. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാമെങ്കിൽ അവിടെ ഒരു ഐസ്ക്രീം വാങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചില്ലെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചതായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മല കാണാൻ പറ്റുന്നുണ്ട്. ആ ക്ലൗഡ്സിൻ്റെ ഇടയ്ക്ക് കൂടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ മലയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ കുമളിയിലോട്ട് ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് ഈ റോഡിൻ്റെ വളവും തിരിവും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ കുമളിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണെന്ന്. ഈ പള്ളി പട്ടുമല പള്ളിയാണ്. അപ്പയുടെ ചേട്ടൻ മാർട്ടിൻ ഞങ്ങളുടെ കല്യാണം നടന്ന പള്ളിയാണിത്. അപ്പോൾ പറഞ്ഞ് ഇത് ഈ പള്ളി മിക്ക സിനിമയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ല എനിക്ക് ആ സിനിമയെന്ന് ഓർമ്മയില്ല. അപ്പം മറന്നു പോയിട്ട് വേണ്ട ആ സിനിമകൾ. ഞങ്ങൾ ഈ പള്ളിയിലോട്ട് കയറിയില്ല. എന്താണെന്ന് വെച്ചാൽ അനിയൻ ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ടില്ല. പുറത്തു നിന്ന് എടുത്താണ് തിരിച്ചു വരുന്ന വഴിക്ക് കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പള്ളിയുടെ കുരിശടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വരുന്ന വഴിക്ക് നിറച്ച് തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് അവർ വെട്ടി നല്ലോണം നിർത്തിയിട്ടൊക്കെ ഉണ്ട്.
അസ്തമാനം നീലോകമേ നാമൈ മറപ്പൂ ചിതനിത്തെ നുവേ നൻ PWD റെസ്റ്റ് ഹൗസ് കുമളിയിലോട്ട് പോകാൻ 500 മീറ്റേഴ്സേ ഉള്ളൂ, 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുമളിയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ ബോർഡിൽ കാണാമായിരിക്കും. ഞങ്ങളിപ്പോൾ ആ കാണുന്നതാണ് റെസ്റ്റ് ഹൗസ്. ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് ഹൗസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് മേളിലോട്ടാണ് കയറി പോകേണ്ടത്, ഒരു കുഴപ്പമില്ല, ഇന്ന് ഈസി ആയിട്ട് അത് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ PWD റെസ്റ്റ് ഹൗസിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളോട്ട് കയറി ചെക്കിൻ ടൈം എപ്പോഴാണെന്ന് നോക്കുവാണ്. അപ്പോൾ അവിടെ ഒരു ആൻറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത PWD റെസ്റ്റ് ഹൗസ്. നല്ലോണം അവർ ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് കയറി വരുന്ന സൈഡിലും പാർക്ക് ചെയ്യാം, ഇവിടെയും പാർക്ക് ചെയ്യാം. ഞങ്ങൾ അവിടെ ഇപ്പോൾ ജസ്റ്റ് ചോദിക്കാൻ വേണ്ടി പാർക്ക് ചെയ്ത്, ശരിക്കും അവിടെ അല്ല പാർക്ക് ചെയ്യേണ്ടത്. ഈ കുമളി റെസ്റ്റ് ഹൗസിൻ്റെ ഉദ്ഘാടനം 15 മാർച്ച് 2001 ഈ കുമളി റെസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങളെ. लेफ्ट लेग आगे आगे राइट लेग पीछे पीछे आजा यारा लेट्स स्टार्ट वे सर को घुमा ले राउंड पैर सारा अप डाउन कितनी सी ये बात वे वो बंदा ही क्या है जो नाचे न गाए हाथों में तू हाथ थाम ले ओए डांस पे चांस मार ले. ടോട്ടൽ 4 റൂംസ് ഉണ്ട്. ഞങ്ങൾ റൂം നമ്പർ 3 ആണ്. നോൺ AC ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. റൂം നമ്പർ 1ഉം 2ഉം VIP ഗസ്റ്റിനുള്ളതാണ്, AC ഉള്ളതാണ്. VIP ഗസ്റ്റിന് വെച്ചാൽ ഗവൺമെൻറ് സർവീസുള്ള ആൾക്കാർക്കാണത്. പിന്നെയുള്ള ബാക്കി വെച്ചുള്ള 2 നോൺ AC റൂംസാണ്. അതിലൊരെണ്ണമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഞങ്ങൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു കിടന്നുറങ്ങിയിട്ട്. ഒരു ഫാനേ ഉള്ളൂ. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉച്ച സമയം രാവിലെ സമയമൊക്കെ ചൂടായിരിക്കും, രാത്രി സമയത്ത് ഇത്തിരി തണുപ്പ് കിട്ടത്തുള്ളൂ. ഏർലി മോർണിംഗ് ഒക്കെ നമുക്ക് തണുപ്പ് കിട്ടും, പക്ഷേ ഇത്തിരി നേരം കൂടെ ഒരു 10 മണി അടുക്കാറാവുമ്പോൾ ചൂട് തുടങ്ങും. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അമ്മ കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിക്കും, പിന്നെ അപ്പ കഴിക്കും, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അടുത്ത ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത്. ഹോട്ടൽ ശരവണ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അവർ നല്ലോണം സെർവ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കി തരും. നല്ല ചൂടായിട്ടുള്ള ഫുഡാണ്. ഞാൻ നെയ് റോസ്റ്റ് വാങ്ങിച്ചു, അമ്മ മസാല ദോശ, അപ്പയും മസാല ദോശയും തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഇതിൽ നിന്ന് സ്ട്രേറ്റ് പോണ വണ്ടിപ്പെരിയാർ, ലെഫ്റ്റ് എടുക്കുമ്പോൾ തേക്കടിയിലോട്ടുമാണ്. കുമളി പള്ളിയുടെ അവരുടെ ലോർഡ്സ് ചർച്ച് കുമളിയുടെ രൂപമാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ വണ്ടിപ്പെരിയാർ റൂട്ടിലൂടെയാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ സ്ഥലങ്ങളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ബോട്ടിങ്ങും ഉണ്ട്. ബോട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് ആനിമൽസിനൊക്കെ കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബോട്ടിങ്ങിന് എടുത്തില്ലെന്ന് വെച്ചാൽ അവർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു, ഇപ്പോഴല്ലെന്ന് പറഞ്ഞ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. പക്ഷേ അവർ പറഞ്ഞത് ഒരു വിധം 11:30 ആകുമ്പോഴേ ഇതിന് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് ആനകളുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ആദ്യം പോയത്. ഞങ്ങളിപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ പോകുവാണ്. അപ്പോൾ അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുവാണ് ഇപ്പം ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നേരത്തെ വന്ന് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ 11:30 ആകുമ്പോഴേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നത് ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ ഇനി ലേറ്റ് ആകുവാണെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഇവിടെ കുറേ കമ്പിളി നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പറയണ കമ്പിളി നാരങ്ങ അല്ലി നാരങ്ങ എന്നൊക്കെയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞങ്ങൾ എലിഫൻറ്റ് ക്യാമ്പിനും ഉള്ള ടിക്കറ്റ് 2 അപ്പയും ഞാനും കയറുന്നുണ്ട്. അപ്പോൾ അതിനുള്ള 2 ടിക്കറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എടുത്തേക്കാണ് ഞാൻ എലിഫൻറ്റ് ബാത്ത് ആൻഡ് ഷവറിൻ്റെ ഒരു ടിക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ബാത്ത് ആൻഡ് ഷവർ ചെയ്യണതും അല്ലാത്ത ഞങ്ങൾ എലിഫൻറ്റിൽ കയറുന്ന വീഡിയോ ഞാൻ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയൻ്റെ കൂടെ അനിയനെ അപ്പോൾ കളിപ്പിക്കുവാണ്. ഞങ്ങളുടെ ടിക്കറ്റ് നമ്പർ 52 ആണ്. അവിടെ ഇപ്പം
4:45 ആയിട്ടുള്ളൂ. അപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പ അനിയനെ അനിയനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അപ്പേനൊക്കെ മാന്തി വിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവർ തമ്മിൽ നല്ല സംസാരമാണ്. ക്യാക്കു കീക്കി എന്നൊക്കെ വെച്ച് സംസാരിക്കുകയാണ് അവർ. അവിടെ വന്ന് ഇത്തിരി തമിഴ് ആൻറ്റിമാരൊക്കെ അവനെ വെച്ച് കളിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ വന്ന് കളിപ്പിച്ചിട്ടുണ്ട്, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവരൊക്കെ നല്ലോണം കളിപ്പിച്ചപ്പോൾ അവൻ നല്ലോണം ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി വന്ന ആൾക്കാർ അമ്മ പറഞ്ഞിട്ടുണ്ട് കളിപ്പിച്ചെന്ന്. ആ സമയത്ത് ക്യാമറ എൻ്റെ കയ്യിലായത് കൊണ്ട് അമ്മയ്ക്ക് ആ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളുടെ നമ്പർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കയറിയപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പിന്നെ പേടി മാറിയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ പൊക്കം കണ്ടപ്പോൾ ചെറുതായിട്ട് പേടിച്ചു പോയി. എന്താ വെച്ചാൽ ബാക്കിയുള്ള ആനകൾ ഇതിനെക്കാളും പൊക്കം കുറവാണ്. ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര പൊക്കമുള്ള ആനയായതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആനപ്പുറത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ ഇപ്പോൾ കാണാം. ആന പുല്ല് കണ്ടപ്പോൾ അവളെ നിർത്തി, അങ്ങോട്ട് ചെന്നിട്ട് നിർത്തി. അപ്പോൾ അങ്കിൾ ഇട്ട് കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല, അവൻ മൈൻഡ് ചെയ്യാണ്ട് അങ്ങ് പോയി. അപ്പോൾ അതങ്ങ് നടന്നു പോകണം. ഇപ്പം നല്ല രസമുണ്ട്. ഞാൻ ആദ്യം ഈ നടത്തം കണ്ടപ്പോൾ എനിക്ക് പുല്ലിങ്ങനെ കണ്ടപ്പോൾ പേടിച്ച്, പിന്നെ എനിക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ആശിച്ചവൻ ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. ആനക്കിരിയാളാവാൻ ഒരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ. പണ്ടു തൊട്ടേ ഇതാണ് ആന. അവിടെ തൊട്ടപ്പുറത്തൊരു സ്ഥലത്ത് ബാത്ത് ആൻഡ് ഷവർ ചെയ്യിപ്പിക്കും. അപ്പം ഞാൻ കുനിഞ്ഞ് കിടക്കണം. ഞാൻ പേടിച്ചിരുന്നിട്ട് ഞാൻ കുനിയാൻ വിട്ടുപോയി. അപ്പം പറയണോണ്ട് അങ്ങളും പറയണോണ്ട് കുനിയാൻ വല്ല ഞാൻ കുനിയാണ് എൻ്റെ റിലേ പോയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുനിഞ്ഞില്ല. ഏറ്റവും ലാസ്റ്റ് എന്താണ് തോന്നിയിട്ട് ഞാൻ കുനിഞ്ഞു. അപ്പോൾ ഒഴിച്ചപ്പോൾ നല്ല തണുത്ത വെള്ളമായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവരാനെന്ന് അറിഞ്ഞൂടാ. അത് നല്ല തണുത്ത വെള്ളം, നല്ല സുഖം ഉണ്ടായിരുന്നു അവർ ഒഴിച്ചിട്ട്. ആന കുളിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ണും മൂക്കും അടച്ച് പിടിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.